ഗുഡ് ഈവനിങ്. ലാസ്റ്റ് സെഷനാണ്. നിങ്ങളും ബോറടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഫോർമേഡ് കുറച്ച് സംസാരിക്കാം. അല്ല നല്ലതെന്ന് തോന്നുന്നു. അത് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അംബ്രാസ് എന്നാണ്. എഡെക്സ് ലൈഫ് സ്കൂളിൻ്റെ ഫൗണ്ടറാണ്. ലാസ്റ്റ് ഇയറിൽ ഞാനും നിങ്ങളെ പോലെ ഓഡിയൻസ് ആയിട്ട് ഇവിടെ ഇരുന്ന ഒരാളാണ്. 1 ഇയർ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റേജിലിരിക്കുന്നു. നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റട്ടെന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ടോപ്പിക്ക് ഇപ്പോൾ എനിക്ക് വന്നതിൽ ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആഗ്രഹം ബിസിനസ് തുടങ്ങണം, ഓൺട്രപ്രണർ ആവണം, സ്റ്റാർട്ടപ്പ്, ഇങ്ങനത്തെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പലർക്കും എങ്ങനെ എവിടെ തുടങ്ങണം എന്നറിയുന്നില്ല. അപ്പോൾ ഈ രീതിക്കുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഏജൻസി ഉണ്ട്. എന്ത് ഏജൻസി? വെബ് ഡെവലപ്പറാന്ന് പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. ഈ വേദിയിലുണ്ടായിരുന്നു, ഇതിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ളത് ഈ 5-10 വർഷം മുമ്പുള്ള ഒന്നല്ല. മനുഷ്യൻ ജനിച്ച മുതൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വാസ്കോ ഡ ഗാമ 10 മാസം എടുത്തിട്ടാണ് കേരളത്തിൽ നിന്ന് സപ്ലയർ കണ്ടെത്തിയിട്ട് കച്ചവടം ചെയ്യാൻ തുടങ്ങിയത്. നമുക്കൊരു 10 മിനിറ്റ് ഇപ്പോൾ നമുക്ക് ഈ AI ഉള്ളിടത്തോളം കാലം പോർച്ചുഗീസിന് സപ്ലയർ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ പണിയെടുത്താൽ നമുക്ക് എന്തുണ്ടാവും, ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളെ ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് അംബ്രാസ്, എഡെക്സ് ലൈഫ് സ്കൂളിൻ്റെ ഫൗണ്ടറാണ്. നെക്സ്റ്റ്, ഇതിലൊരു കാര്യം ഞാൻ ആഡ് ചെയ്യാണ്. ഞങ്ങൾക്ക് മോഡറേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചെയ്യാം. ഓക്കെ, യെസ്. ഹായ്, എൻ്റെ പേര് ഇർഫാൻ എന്നാണ്. ഞാൻ ശരിക്കൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യല്ലായിരുന്നു. ഞാൻ ബസ്സിൻ്റെ പിന്നാലെ ഓടിയായിരുന്നു. അപ്പോൾ ശരിക്കും ബസ്സിൻ്റെ പിന്നാലെ ഇഷ്ടപ്പെട്ടിട്ട് ഓടിയതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരുവിധ ഓഡിയൻസൊക്കെ എന്തായാലും ഒരു അരമണിക്കൂർ ബസ് കാത്തുനിന്നിട്ട് ബസ് സ്റ്റോപ്പിലുള്ള ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം മാർക്കറ്റിലുണ്ടല്ലോ, അതൊരു ബ്രോക്കൺ പ്രോബ്ലം ആണല്ലോ വെച്ചിട്ട് ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വേരിസ് മൈ ട്രെയിനൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എവിഡേ. നമ്മുടെ എല്ലാ ബസ്സസും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഷനിൽ നമ്മൾ എവിഡേ നല്ലൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ CEO ഞാനാണ്. ബാക്കിയുള്ള ടീം മെമ്പേഴ്സൊക്കെ വേദിയിലുണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി ഞാൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. Hi all, good evening. Myself Answer, founder of Not AI. നോട്ട് എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് എടെക് സ്റ്റാർട്ടപ്പ് ആണ്. കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു ലൈക്ക് ഓൾറെഡി മാർക്കറ്റിംഗ്, ഡിസൈനിങ് തുടങ്ങിയിട്ട് 3-4-5 ബിസിനസ്സുകൾ 10ാം ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ലൈക്ക് സെക്കൻഡ് ഇയർ കോവിഡ് പാൻഡമിക് ടൈമിലാണ് AI ഒരു അല്ലെങ്കിൽ ChatGPT ഒരു കടന്നുവരവുള്ളത്. അപ്പോൾ അന്നാണ് AI കാലെടുത്ത് വെച്ചിട്ടുള്ളത്. സോ അന്ന് തുടങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഒരു മിഷൻ നമ്മൾ അനൗൺസ് ചെയ്തു, 1 ലക്ഷം ആൾക്കാരെ AI പഠിപ്പിക്കുക എന്നുള്ളത്. സോ അങ്ങനെ കേരളത്തിൽ നിന്ന് ആദ്യം 1000 ആൾക്കാരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു മിഷൻ വലുതാക്കണം എന്ന് തോന്നി. അങ്ങനെ 1 ലക്ഷം ആൾക്കാരെ AI പഠിപ്പിക്കുക എന്നുള്ളൊരു മിഷൻ അനൗൺസ് ചെയ്തു. ഇന്ന് അറൗണ്ട് ഒരു 43,000 ആളുകളെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റി. അപ്പം അത്രയും ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയ ഒരു കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റാർട്ടപ്പാണ്. സോ നോട്ടിൽ നമുക്ക് 4 ഡിവിഷൻസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുള്ളത്. ഐ തിങ്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മിങ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ, താങ്ക് യു. ഞാൻ പറയട്ടെ. ഓക്കെ, എൻ്റെ പേര് ആദിൽ, മുളകുവെട്ടിയുടെ ഫൗണ്ടറാണ്. മുളകുവെട്ടി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കച്ചവടക്കാരാണ് ഞങ്ങൾ. ഓക്കെ, നമ്മുടെ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബിസിനസ്സിലായിരുന്നു ഫസ്റ്റ് ഇന്നോവേഷൻ കൊണ്ടുവന്നത്. ഒരു FMCG ബ്രാൻഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അറൗണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ എത്ര പ്രൈസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് വല്ല കാൽക്കുലേഷനും ഉണ്ടോ ആർക്കെങ്കിലും? ആൾക്കാർ 10 lakh, 20 lakh, 50 lakh അറൗണ്ട് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. ഞങ്ങൾ മുളകുവെട്ടി സ്റ്റാർട്ട് ചെയ്ത് 0 കോസ്റ്റിലാണ്. ഇന്നിപ്പോൾ അവർ മാർക്കറ്റിൽ ഉണ്ടാക്കിയതിനെക്കാട്ടി ഇമ്പാക്റ്റ് ഒരു 1 ഇയർ കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റി. സോ അവിടുന്നാണ് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. മുളകുവെട്ടി നമ്മൾ സ്പൈസസ് ബ്രാൻഡ് ആയിരുന്നു മുളകുവെട്ടി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതിൻ്റെ അണ്ടറിൽ മുളകുവെട്ടി ഹണിക്കോ എന്ന് പറയുന്ന ഒരു ഹണി സെക്ഷൻ നമ്മൾ റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് ഓൺ ഗോയിങ്ങിൽ പറയാം. ഓക്കെ, താങ്ക് യു. ഹലോ, എൻ്റെ പേര് ഇഷാൻ മുഹമ്മദ്. ഞാൻ എക്സൽ ഓട്ടോമേൻ്റെ ഫൗണ്ടറാണ്. ഞാൻ ബേസിക്കലി കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ കുറച്ചൊരു AI ടൂൾസ്, AIനെ പറ്റിയൊക്കെ അധികം അറിയാൻ കുറച്ച് ക്രേസുള്ളൊരു ചങ്ങയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എൻ്റെ ബ്രദർ കോളേജ് കഴിഞ്ഞ് വന്നിട്ട് ഇത് AIയുടെ നമുക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ഇതിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഓൾറെഡി AIയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് നമുക്ക് എന്തായാലും AI വെച്ച് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. AI വെച്ചിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായാലും ഫ്യൂച്ചറൊക്കെ AI ആണ് എല്ലാവർക്കും ഒരു ധാരണ എത്തിയപ്പോൾ ഓക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് AI വെച്ചിട്ട് എന്തായാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തു.
എല്ലാവരും ഞങ്ങളെ സ്റ്റേജിലുണ്ട്, എല്ലാ ഫൗണ്ടേഴ്സും ഞങ്ങൾ ഇവിടെ വേദിയിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി നെയിം തന്നെ എക്സൈൽ ഓട്ടോമേറ്റ് എന്നാണ്. എക്സൈൽ എന്ന് പറയുകയാണെങ്കിൽ കമ്പനി തള്ളിക്കളയാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ തള്ളിക്കളയെന്ന് വെച്ചാൽ കമ്പനീസിലെ പണിക്കാരല്ല തള്ളിക്കളയുന്നത്, അവിടെ ആവശ്യമില്ലാത്ത വർക്ക്സ്, ആവശ്യമില്ലാത്ത ടൈം വേസ്റ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം AI യൂസ് ചെയ്തിട്ട്, ഓട്ടോമേറ്റ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ മാക്സിമം എന്ത് ചെയ്തു ഒഴിവാക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഓൺഗോയിങ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയാം. ഇവിടെ ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാ പ്രത്യേകത വെച്ചാൽ ഞാൻ, ആദിൽ, അബ്രാസ്ക, ഇർഫാൻ, ഞങ്ങളൊക്കെ അൻസാർക്ക്, ഞങ്ങൾ ആരും കഴിഞ്ഞ കൊല്ലം ഇവിടെ സ്പീക്കറായിട്ട് വന്നവരല്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലം ഇവിടെ അറ്റൻഡ് വന്ന ആൾക്കാരാണ്. ദെൻ അൽഹംദുലില്ലാ ഞങ്ങളിതാ ഇവിടെ തന്നെ ഞങ്ങൾ സ്റ്റേജിൽ ഇവിടെ സ്പീക്കറായിട്ട് ഞങ്ങൾ 4-5 പേര് ഞങ്ങളിവിടെ എത്തിയിരിക്കണം. അത് ഞങ്ങൾക്ക് 5 പേർക്കും വല്ലാത്തൊരു ബിഗ് അച്ചീവ്മെൻ്റ് തന്നെയാണ് അത്. ഓക്കെ, ബാക്കി അംറാസ്ക നമുക്ക് ബാക്കി സെഷനിലേക്ക് എൻ്റർ ചെയ്യാം അല്ലേ? യെസ്, ഓക്കെ. ഇതിലിപ്പോൾ എല്ലാവരും ബിസിനസ് തുടങ്ങണമല്ലോ, ബിസിനസ്സിൻ്റെ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാക്കാരം. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചെങ്കിൽ ഒരു 7 years ഓഫ് എക്സ്പീരിയൻസ് എനിക്കുള്ളത്. 5 years ടീച്ചിങ്ങിലാണ്. ഞാനൊരു MBA കോളേജിൻ്റെ മാനേജറായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണ് എൻ്റെ സ്ഥാപനമായിട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോ ചെയ്യാതിന് ശേഷം ഒരുപാട് പേര് കണക്ട് ചെയ്യും, ഒരുപാട് പേര് സംസാരിക്കും. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഉള്ള കോമൺ ഒരു ഡൗട്ടാണ് ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ, എന്താണ് ബിസിനസ് എങ്ങനെയാണെന്നുള്ളത്. കുറച്ച് ഫങ്ഷൻസ് ആണ്. പണ്ട് മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ കച്ചവടം ഉണ്ടെന്ന് പറയല്ലേ, അന്ന് 2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ: പർച്ചേസ് ചെയ്യണം, സെയിൽ ചെയ്യണം. ആ ഒരു പ്രോസസ്സിൽ മാത്രം ബിസിനസ് ഓടുന്നത്. പിന്നെ അതിലേക്ക് ഫിനാൻസ് വന്നു, HR വന്നു, ഓപ്പറേഷൻ R&D, അങ്ങനെ ഒരുപാട് സാധനം വന്നിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ഏർലി അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. നിങ്ങളോട് എനിക്ക് എന്ത് ബിസിനസ് തുടങ്ങിയാലും വിജയിക്കാനുള്ളൊരു സ്കോപ്പുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടൊന്നുമില്ല, എന്ത് ചെയ്താലും വിജയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വിസിബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. ഞാൻ ചെർപ്പശ്ശേരിക്കാരനാണ്. ചെർപ്പശ്ശേരി എന്ന് ജസ്റ്റ് 30 minutes ഉള്ളൂ ഇവിടുന്ന്. ചെർപ്പശ്ശേരി എന്നുള്ളൊരു ഗ്രാമത്തിൽ ഞാനൊരു സ്ഥാപനം തുടങ്ങാം. സ്ഥാപനത്തിൻ്റെ പേര് എഡെക്സ്. ഞാൻ കൊടുക്കുന്ന കോഴ്സിന് പേരുമില്ല, കൊടുക്കുന്ന കോഴ്സിന് സർട്ടിഫിക്കറ്റും ഇല്ല. എന്നിട്ടും എനിക്ക് കേരളത്തിൻ്റെ 12 ജില്ലയിൽ നിന്ന് കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഈ ബാച്ചിൽ കേരളത്തിൻ്റെ പുറത്തുനിന്നും കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ ഒരു സർട്ടിഫൈഡ് കോഴ്സ് എന്നല്ല കൊടുക്കുന്നത്. അവിടെ കൊടുക്കുന്ന എന്താ, റിയൽ ലേണിംഗ്, അല്ലെങ്കിൽ ആ ഒരു സാധനം പ്രാക്ടിക്കലി പഠിക്കുക എന്നുള്ളതാണ്. ഇതെനിക്കെങ്ങനെ പോസിബിൾ ആയിച്ചെങ്കിൽ ഞാൻ നന്നായിട്ട് വിസിബിലിറ്റി കൊടുത്തോണ്ടാണ്. അത് ഞാൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് എന്താണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നുള്ള വിസിബിലിറ്റി കൊടുത്തോണ്ടാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, സെയിൽ ഫസ്റ്റ് ബിൽഡ് സെക്കൻഡ്. ഇതൊരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ പല സ്റ്റേജിൽ പോകുമ്പോഴും പറയുന്നൊരു കാര്യമാണ്, സെയിൽ ഫസ്റ്റ് ബിൽഡ് സെക്കൻഡ്. ഇറ്റ് മീൻസ് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ സിമിലർ, ഇപ്പം നിങ്ങൾക്ക് കാശ് തരേണ്ട ഒരാൾക്കാരുണ്ടാവില്ലേ, നിങ്ങൾക്ക് പേ ചെയ്യാൻ പോകുന്ന കസ്റ്റമർ ഉണ്ടാവില്ലേ, ആ കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യുന്ന സെയിം പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ വാട്ടർ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ സെയിം വാട്ടർ ബോട്ടിൽ വൈറ്റ് ലാബിൽ ഇതിന് കിട്ടുന്നുണ്ടാവും. എനിക്ക് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കസ്റ്റമർ ഡീലിങ്, കസ്റ്റമർ ഒരു പെർസെപ്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് കസ്റ്റമർ നീഡ് എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും എൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എവിടെയില്ല, എൻ്റെ പ്രോഡക്റ്റ് ഇന്നോവേഷനാണ്, ഇതുവരെ അല്ലാത്തതാണ്. പക്ഷേ നിങ്ങൾ വെക്കാൻ പോകുന്ന കസ്റ്റമർ, ഐഡിയൽ സെഗ്മെൻറ്റ് കസ്റ്റമേഴ്സ് മാർക്കറ്റിലില്ലേ? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വരേണ്ട കസ്റ്റമേഴ്സ് എങ്കിൽ 20 വയസ്സ് കഴിഞ്ഞാൽ ഗ്രോത്ത് മൈൻഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരെയാണ് ബാക്കിയുള്ള ഇപ്പോൾ എന്താ പറയുക CMA, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അങ്ങനത്തെ കോഴ്സൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി സെല് ചെയ്യാൻ നോക്കുക. എനിക്കപ്പോൾ എന്ത് മനസ്സിലാവും, കസ്റ്റമേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കും. ഈ സെയിൽ ചെയ്ത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ നിങ്ങളെ കാശും സമയവും വേസ്റ്റ് ആവില്ല. ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട്, ടൈം എനിക്ക് അറിയില്ല എത്രയെന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഈ ഒരു വാച്ച് ഉണ്ടാക്കുന്ന തീരുമാനിച്ച ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരൂർ പോയിട്ട് ഒരു 100 വാച്ച് മേടിച്ചിട്ട് കസ്റ്റമർ പോയി വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് സ്വഭാവം മനസ്സിലാവും. അതിന് പകരം നിങ്ങൾ ചെയ്യാണ് ഒരു വാച്ചിൻ്റെ കമ്പനി തുടങ്ങുകയാണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് മെഷീൻസും ബാക്കിയുള്ള സാധനം ഒരു മാസം 2-3 മാസം എടുത്തു, 1000 വാച്ച് കയ്യിലുണ്ട്, വിറ്റാർക്കും വേണ്ട. എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. കായും പോയി, സമയം പോയി. പക്ഷേ നിങ്ങൾ തിരൂർ പോയിട്ട് എടുക്കുകയാണെങ്കിൽ തിരൂർ കൊണ്ടുകൊടുത്താലെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പൈസക്കെങ്കിലും അവിടെ വിറ്റ് പോകും. അപ്പോൾ നിങ്ങളോട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്, സെയിൽ ഫസ്റ്റ് ബിൽ സെക്കൻഡ്. നിങ്ങൾക്ക് ഒരുപാട് പേര് മോട്ടറാക്കാണ്ടാവും, ഒരുപാട് പേര് അങ്ങനെ ചെയ്താൽ റെഡി ആവും എന്നൊക്കെ പറയും. പക്ഷെ ഒന്ന് സെയിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ ഡീൽ ചെയ്ത് നോക്കുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് എവിഡേനോടാണ്. ഈ എവിഡേ എന്നുള്ള പ്രൊജക്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ സാധനമാണ്. കാരണം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ബസ് കിട്ടാതെ. ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിനിന് പോയി ഇറങ്ങി കഴിഞ്ഞാൽ ബസ്സിന് സമയം എനിക്ക് അറിയുന്നുണ്ടാവില്ല. ഇത് കറക്റ്റ് ഒരു മാർക്കറ്റിന് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് കണക്ട് ചെയ്യാണ്, കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നിങ്ങൾ ഈ ഐഡിയ ആയിട്ട് പോയപ്പോൾ അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? ആക്ച്വലി നമുക്ക് 2 സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഉള്ളത്. അതായത് ഒന്ന് ബസ് യൂസ് ചെയ്യുന്ന പാസഞ്ചേഴ്സും, രണ്ടാമത്തേത് ബസ്സിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ബസ്സിൻ്റെ ഓപ്പറേറ്റേഴ്സും. ബസ്സിൻ്റെ ഓണേഴ്സിന് സംഭവം ബസ്സിൻ്റെ പാസഞ്ചേഴ്സിന് ഭയങ്കര നീഡാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഇനി ബസ് ഉണ്ടോ എന്ന് ആർക്കെങ്കിലും അറിയോ?
സപ്പോസ് എല്ലാവർക്കും ഇനി പെരുമ്പണ സ്റ്റാൻഡിൽ തന്നെ ബസ് ഉണ്ടോയെന്ന് അറിയില്ല. ആ ഒരു സിറ്റുവേഷൻ പാസഞ്ചേഴ്സിന് ഹെവി പെയിനാണ്. പക്ഷേ കമ്മിങ് ടു ദ ബസ് ഓപ്പറേറ്റേഴ്സ്, അവർ ഇതില്ലെങ്കിലും ഞങ്ങൾക്ക് ബസ്സിൽ ആൾ കയറുന്നുണ്ട്, ഞങ്ങൾക്ക് ബസ്സിൽ ഓട്ടം കിട്ടുന്നുണ്ട്, എന്തിനാ എൻ്റെ ആപ്പ്, അല്ലെങ്കിൽ ആ ഒരു സീന് കറക്റ്റ്ലി മാർക്കറ്റിലുണ്ട്. അപ്പോൾ പാസഞ്ചേഴ്സിന് വേണം. ഈ ഒരു പ്രശ്നം എനിക്കും പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് ഞാനിതിലേക്ക് ഇറങ്ങി ചെന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകുമ്പോൾ അതിലൊരു പ്രശ്നം ഉണ്ടാവും, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന വാല്യൂ. ഇപ്പോൾ പല ഫൗണ്ടേഴ്സിനായിട്ട് ഇവിടെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അവരെന്ത് വാല്യൂ ആണ് പുറത്ത് കൊടുക്കണമെന്ന് പോലും അവർക്ക് അറിയില്ല. ഏത് മാർക്കറ്റ്, എനിക്കൊരു സാധനം, എനിക്കൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം, അതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ മാർക്കറ്റിൽ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണോ, അല്ലെങ്കിൽ എന്താ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം ഉണ്ട് അതിനൊരു പരിഹാരം കൊടുക്കണം എന്നല്ല ചിന്ത. അവർക്ക് ഇന്നൊരു സാധനം ഉണ്ടാക്കണം, ആ സാധനം സെല് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റിൽ അങ്ങനത്തെ പല പ്രൊഡക്ട്സ് ഉള്ള കാരണമാണ് ജയിക്കാത്തത്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് എപ്പോഴും ഒരു ബിസിനസ് ആയിട്ട് വരും. ഇപ്പോൾ എഡെക്സ് ബിസിനസ് സ്കൂളാണെങ്കിലും ബാക്കിയുള്ള ഇവിടെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിലും ഒരു ബിസിനസ്സിന് എപ്പോഴും ഒരു പ്രശ്നത്തിലുള്ള പരിഹാരമാവും. അപ്പോൾ എനിക്കെപ്പോഴും ഒരു വിശ്വാസമുണ്ട്, ഞാനിപ്പോൾ ബിൽഡ് ചെയ്യുന്ന സാധനം അബ്സല്യൂട്ട്ലി ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. അതുകൊണ്ടാണ് ഇതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് എവിടെ ഇൻഷാല്ല എല്ലാ ബസ്സസിലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, നൈസ്. നെക്സ്റ്റ് അൻസാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ എ എന്ന് പറയുന്നുണ്ട്. എനെ കുറിച്ചൊരു ഞാൻ കോളേജിൻ്റെ പേരൊന്നും പറയുന്നില്ല, എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടോണ്ടേ എല്ലാ കോളേജിൽ നിന്നും ക്ലാസ് എടുക്കാൻ വിളിക്കും. അപ്പോൾ ഞാനവിടെ പോയിട്ട് മെയിൻ ആവല് ലോബിളിനെ കുറിച്ചിട്ടും മറ്റേ ഞാൻ ടെക്കൊന്നുമല്ല നോട്ട്ബുക്കിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ കുട്ടികളടക്കം വാവുകയാണ്. അതായത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു നോർത്ത് കേരളയിലുള്ളൊരു കോളേജ് പോയി ബിടെക് കുട്ടികളെ പരിപാടിക്ക് പോയതാണ്. അവർ പോലും ഒരു വൈബ് കോഡിങ് ഇങ്ങനത്തെ കുറച്ച് ടെർമിനോളജിയെ കുറിച്ച് അറിയുന്നില്ല. ഇപ്പം നിങ്ങൾ ഒരു AI കോഴ്സ് അല്ലെങ്കിൽ AI സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു തീമിലാണ്. ഇപ്പം നിങ്ങളെ കസ്റ്റമറെ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ 2023 സമയത്താണ് നമ്മളുടെ മിഷൻ അനൗൺസ് ചെയ്യുന്നത്. ലൈക്ക് ChatGPT വന്നു, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അനൗൺസ് ചെയ്ത സമയത്ത് നമ്മൾ കോവിഡ് സെക്കൻഡ് പാൻഡമിക് ടൈം ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് കോവിഡ് വന്നു, രണ്ടാമതൊരു കോവിഡിൻ്റെ സിനാരിയോസ് വന്നു. പക്ഷേ അത് പിന്നീട് കോളേജുകളൊക്കെ കുറഞ്ഞ ടൈം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഓപ്പൺ ആയ ഒരു സിനാരിയോ വന്നു. അപ്പോൾ ഈ ക്ലോസ് ചെയ്ത സമയത്ത് ഞങ്ങളെ കോളേജുകളെല്ലാം ക്ലോസ് ചെയ്തു. അപ്പം ഞങ്ങൾ കോളേജിലൊരു ക്ലബ്ബുണ്ട്, SQC എന്നാണ് ഈ ക്ലബിൻ്റെ പേര്. ഇതിലൊരു 10-20 കുട്ടികളുണ്ട്. ഞാൻ പഠിച്ചത് MMO കോളേജ് എന്ന് പറയുന്ന മുക്കത്തെ MMO കോളേജിലായിരുന്നു. ഞാൻ ഡിഗ്രി നോർമൽ സ്റ്റുഡൻ്റാണ്. ഞാനും BCom ലൈക്ക് ഇതൊന്നല്ല, എന്താ പറയുക, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് എന്നല്ല. അങ്ങനെ ഞങ്ങളുടെ കോളേജിലും ഇതേപോലെ ഈ ക്ലബ്ബിൽ ആകെ 20 സ്റ്റുഡൻസ് ആയിരുന്നുള്ളത്. അപ്പം ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ വലിയ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ. അങ്ങനെ ഞങ്ങൾ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു, മീൻസ് കോളേജിൽ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ സമയത്തും പുതിയ ടെക്നോളജി, പുതിയ ന്യൂസ് കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ അതിൻ്റെ പിന്നാലെ പോകാറുണ്ടാവും. അങ്ങനെ ഞങ്ങളും കോളേജിൽ ഇവൻ്റ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഇതേപോലെ ഒരു 7 സെഷന് ഓൺലൈനായിട്ട്. പക്ഷെ അന്ന് റിസോഴ്സ് പേഴ്സൺസിനെ നോക്കിയ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു. 2023 സമയത്താണ്. സോ അങ്ങനെ കിട്ടാത്ത സമയത്ത് ടീച്ചർ ചോദിച്ചു, ഞാൻ ഓൾറെഡി എൻ്റെ കൂടുതൽ കണക്ഷൻസും ടീച്ചേഴ്സായിട്ട്, അപ്പം ടീച്ചേഴ്സിനോട് ഞാൻ ഇങ്ങനെ ഓൾറെഡി ഞാൻ പഠിക്കുന്ന ChatGPT ആയാലും ഗാമ ആയാലും മറ്റു ടൂൾസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. അപ്പം ടീച്ചർ എന്നോട് ചോദിച്ചു, അൻസാറിന് സെഷൻ എടുത്തുകൂടെ ചോദിച്ചു. അപ്പം അതുവരെ ഒരു സെഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റേജോ ഒരു എക്സ്പീരിയൻസോ ഇല്ലാത്ത ഞാൻ എന്തോ ഒരു ബൈ ചാൻസിൽ ഓക്കെ പറഞ്ഞു. ആൻഡ് എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഓൾറെഡി മാർക്കറ്റിംഗ് ഡിസൈനിങ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തന്നെ പോസ്റ്ററൊക്കെ അടിച്ചിറക്കി. അങ്ങനെയാണ് ഫസ്റ്റ് എൻ്റെ ഒരു സെഷൻ ഞാൻ നടത്തുന്നത്. അങ്ങനെ സെഷൻ കഴിഞ്ഞ് എനിക്ക് ലൈക്ക് ഫീഡ്ബാക്ക് നോക്കിയ സമയത്ത് ആ സെഷനിൽ ഞാൻ എൻ്റെ മാക്സിമം ഇൻപുട്സ് ഇട്ടു, മാക്സിമം എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഇട്ടു. എൻ്റെ സ്ലൈഡ്സും പ്രസൻറ്റേഷൻസും ഞാൻ ടൈം നോക്കാതെ അതിൽ പണിയെടുത്തു. അങ്ങനെ സെഷൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയ സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്നെ അത്ഭുതപ്പെടുത്തി. ലൈക്ക് ആദ്യമായിട്ട് സെഷൻ എടുക്കുന്നതിന് എനിക്ക് ഭയങ്കരമായിട്ട് റിവാർഡ്സ് കിട്ടിയ പോലെ ആയിരുന്നു. ഞാൻ അതിൽ ഫൈനാൻഷ്യലി ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടി. ഞാൻ ആ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് സ്റ്റോറി ഇട്ടു, സ്റ്റാറ്റസ് ഇട്ടു. ഇന്നും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഹൈലൈറ്റ്സിൽ പോയാൽ ഇപ്പോഴും അത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ ഈ സെഷൻ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു രാത്രി കോൾ വന്നു. അപ്പം എൻ്റെ 10ാം ക്ലാസ്സിൽ എന്നെ ഇംഗ്ലീഷിൽ പഠിപ്പിച്ച മാമായിരുന്നു. അപ്പോൾ മാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൻസാറിൻ്റെ അടുത്ത ഡേറ്റ് എന്നാണ്, അടുത്ത സെഷൻ എൻ്റെ കോളേജിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാം ഞാൻ ഇതുവരെ ഒരു സെഷൻ എടുക്കില്ല എന്നുള്ള മാമിനെ അറിയാം, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണെന്നുള്ളത് മാമിനെ അറിയാം, അപ്പോൾ ഞാൻ എങ്ങനെ സെഷൻ എടുക്കാമെന്ന് ചോദിച്ചു. മാം പറഞ്ഞു, ഇത് ആൾക്കാർക്ക് നീഡുള്ളതാണ്, ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മാമിൻ്റെ ഒരു എന്താ പറയുക കോൺഫിഡൻസിൽ ഞാൻ ഓക്കെ പറഞ്ഞു. ഫസ്റ്റ് മഹ്ലറ വുമൻസ് കോളേജിൽ പോയി സെഷൻ എടുത്തു. അവിടുന്ന് നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് കിട്ടി. അങ്ങനെയാണ് ഇതിനൊരു റിയലൈസേഷൻ വന്ന് പിന്നീട് കോളേജിൽ ഓഫ്ലൈൻ സെഷനുകൾ എടുത്തു. അങ്ങനെ നമ്മളൊരു 1000 ആളുകളെ കവർ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി ഇതിന് അത്യാവശ്യം നീഡുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് ഇതിലുള്ള അവയർനെസ് ഇല്ല എന്ന് റിയലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു മിഷൻ അനൗൺസ് ചെയ്തു കേരളത്തിൽ
1,00,000 ആളുകൾ AI പഠിപ്പിക്കുക 1 വർഷം കൊണ്ട്. ടീച്ചിങ് AI ഫോർ 1 lakh സ്റ്റുഡൻസ് ഇൻ നെക്സ്റ്റ് 365 ഡേയ്സ് എന്നുള്ളായിരുന്നു നമ്മളുടെ ക്യാമ്പയിൻ്റെ മിഷൻ്റെ നമ്മൾ പേര് അനൗൺസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്തും ഈ 1,00,000 ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ ഈ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. കാരണം നമ്മൾ ഈ സ്റ്റാർട്ടപ്പിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ ചുറ്റിലുള്ള ഒന്നും കാണില്ല എന്ന് പറയുന്ന പോലെ തന്നെ പത്രസമ്മേളനം നടത്തി, അതേപോലെ തന്നെ പ്രസ് മീറ്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ കോളേജിൽ ഇവൻ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടയുടെ ലോഞ്ച് വെച്ചു. ആ സമയത്താണ് ഷിരൂരിൽ ലോറി മറിയുന്നുള്ളത്. നമ്മളൊക്കെ മേ ബി കേട്ടിട്ടുണ്ടാവും, അർജുൻ മരിച്ചൊരു സിനാരിയോ. അങ്ങനെ ലോറി മറിഞ്ഞു. നാളെ ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ നാളെ മോർണിംഗ് ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ കളക്ടറായിരുന്നു ഇനാഗുറേഷന് വേണ്ടി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തലേന്ന് ഈവനിങ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു. സോ നാളത്തെ ഇവൻ്റ് നടത്താൻ വേണ്ടി പറ്റൂല, ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ആസ് എ സ്റ്റുഡൻറ്റ് ഞാനൊരു 10ഓളം ഓൺടർപ്രണേഴ്സിനെ വിളിച്ചു. ഇതിൽ ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഴ്സും റാക്കിൽ ഷിബിൽ സാറൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ഫൗണ്ടേഴ്സും അങ്ങനെ തുടങ്ങിയിട്ട് ഒരു വലിയ ഗ്രാൻഡ് ഇവൻ്റ് ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ലോഗോസ് ലോഞ്ചിങ്ങും അതേപോലെ തന്നെ മൊമെൻറ്റോസും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഫുഡ് സെറ്റ് ചെയ്തു. പിന്നെ പത്രസമ്മേളനം മീഡിയസിൽ വരെ ഇപ്പോഴും ആ പത്ര കട്ടിംഗ് ഒക്കെ എൻ്റെ റൂമിൽ ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ലോഞ്ച് ചെയ്യാൻ ഞങ്ങൾ അനൗൺസ് ചെയ്ത സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കോൾ വരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിനാരിയോ. ഞങ്ങളത് ലോഞ്ച് ചെയ്യാൻ പറ്റാതെ ഞങ്ങളൊരു സൈലൻറ്റ് ലോഞ്ച് ആക്കി അത് മാറ്റി. പക്ഷെ അവിടുത്തെ ബാക്ക് ഓഫ് ചെയ്യാതെ ഞങ്ങൾ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് അറിയില്ല ഇതിന് ആൾക്കാർക്ക് നീഡ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു മാർക്കറ്റിങ്ങും ഇതുവരെ ചെയ്യാതെ വിത്തൗട്ട് സീറോ മാർക്കറ്റിങ്ങിൽ ഒരു കോളേജിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് പോവാതെ ഇന്ന് 600+ സെഷൻസ് ഞങ്ങൾക്ക് എടുത്തു തീർക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് റിയാലിറ്റി. ഇന്ന് 43,000 കുട്ടികൾക്ക് സെഷൻ പഠിപ്പിച്ച സമയത്ത് ഞങ്ങൾക്ക് അറൗണ്ട് ഇന്നൊരു 13 കൺട്രീസിലുള്ള ഓഡിയൻസ് ഉണ്ട്. ഓൺലൈനായിട്ട് ഞങ്ങൾ കവർ ചെയ്തു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ദുബായിൽ പോയിട്ട് സെഷൻസ് എടുത്തു. ഇതിനൊന്നും ഇതുവരെ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒക്കെ ഇങ്ങോട്ട് വന്ന സെഷൻസ് ആയിരുന്നു നോട്ടയിൽ മൊത്തം ഉണ്ടായത്. അപ്പം ഈ കോളേജുകളിൽ പോകുന്ന സമയത്ത് ആളുകൾക്ക് ബേസിക് നോളജ് പോലും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഈവൻ ChatGPT ആയാലും അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആയാലും അല്ലെങ്കിൽ എന്താണ് എന്ന് പോലും അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഓഡിയൻസ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. സോ അന്ന് ഞങ്ങൾ പറയുന്ന സമയത്ത് എന്ത് പഠിപ്പിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചിലപ്പം ആദ്യകാലത്ത് ഇൻ്റർനെറ്റ് വന്ന സമയത്ത് ഇൻ്റർനെറ്റ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ കേട്ടു. അപ്പം ഇത് ഇന്നത്തെ കാലത്ത് നീഡ്ഫുൾ ആണെന്നുള്ളത് മനസ്സിലാവുകയും ലേറ്റസ്റ്റ് ഞാൻ ദുബായിൽ പോയ സമയത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ AI മറ്റതൊക്കെ ഇങ്ങനെ വാച്ചാലടിച്ച് കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ എയർലാന്ന് കേൾക്കാം. പക്ഷെ ദുബായിൽ പോയ സമയത്താണ് ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലായി. എത്രത്തോളം AI ഇമ്പാക്ട്ഫുൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇത് സീരിയസ്നെസ്സിൽ ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനീസ് എത്രത്തോളം ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ റിയൽ സിനാരിയോസ് നമുക്ക് അവിടെ വെച്ച് കാണാൻ വേണ്ടി പറ്റും. ദുബായിൻ്റെ സ്മാർട്ട് പോലീസും അല്ലെങ്കിൽ ഏതൊക്കെ സിനാരിയോസിൽ പോകുന്നുണ്ടോ അവിടെയൊക്കെ AIയുടെ കറക്റ്റ് സിനാരിയോസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പാക്ട്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കേണ്ടതല്ല. അപ്പം ഇതൊരിക്കലും ഒരു ഫ്യൂച്ചർ അല്ല, ഇന്ന് ഓൾറെഡി മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയുള്ള. ഈവൻ നമ്മളെ സ്റ്റുഡൻസിന് പോലും ഇതിൻ്റെ ഒരു തിങ്കിങ് എബിലിറ്റി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവരൊക്കെ തിങ്ക് ചെയ്യുന്നത് ജോബ് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്താണ്. പക്ഷേ ഇന്ന് ജോബ് മാർക്കറ്റിലേക്കുള്ള ജോബ് നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഹയർ ചെയ്യുന്ന കമ്പനീസിനും ആവശ്യമുള്ളത് AI അറിയുന്ന കമ്പനീസിനെ മീൻസ് റീപ്ലേസ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ മാക്സിമം വർക്ക് തീർക്കുന്ന ആളുകളാണ്. ഇപ്പം ക്ലോഡിൻ്റെ കോവർക്ക് പോലത്തെ ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് തീർക്കാൻ പറ്റുന്ന ആളുകളെയാണ് എന്ത് ചെയ്യേണ്ടത് ഇന്ന് കമ്പനീസിന് ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ നോളജ് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ റിയാലിറ്റി. മീൻസ് ഇത്രയും ആളുകളെ പഠിപ്പിച്ച സമയത്ത് മനസ്സിലായത് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ആദിലിനെ കുറിച്ചിട്ട് അറിയുന്നത് മുളകൊടിനെ കുറിച്ചിട്ടും ഷാരിഖ് ഷംസുദ്ദീൻ്റെയും പിന്നെ സൈലത് അനന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ്. ഞാൻ തന്നെ റിസർച്ച് ചെയ്ത് നോക്കി ആരപ്പം ഈ മുളക് പൊട്ടി ആദിൽ എന്ന് പറഞ്ഞാണ്ട്. അപ്പോഴാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ മാർക്കറ്റിൽ എൻട്രി ആവുന്ന സമയത്തിന് ഭയങ്കര ഒരു പബ്ലിസിറ്റി അതുപോലെ ഒരു ഓഡിയൻസ് പൂൾ കിട്ടിയിട്ടാണ് നിങ്ങൾ മാർക്കറ്റിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഫേസ് ചെയ്തൊരു സാധനം, അതായത് ഒരു ഭയങ്കര ലോഞ്ച് സമയത്തിന് ഭയങ്കരമായിട്ട് ഒരു അഡ്രസ്സ് കിട്ടിയിട്ടുള്ള ഒരു ടീമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ നമുക്ക്. അതെങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്തെന്നുള്ളത്? ആളുകളെ എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുമോ അതോ? നമുക്ക് നമ്മൾ ആ ഡോക്യുമെന്റേഷൻ ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ പേര് നമ്മൾ അറിഞ്ഞു. സോ മുളക് വെട്ടി എന്ന് പറയുന്ന ബ്രാൻഡിനെ അവർ വേറെ രീതിയിൽ പ്ലേസ് അവരുടെ മനസ്സിലൊരു ഇത് വന്നു, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ അവരെ ഈ പേഴ്സണൽ അതെങ്ങനെയാണ് ബിസിനസ്സിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാകുന്നത്? ബിസിനസ്സിനെ എഫക്ട് ചെയ്തതെന്ന് വെച്ചാൽ അവരറിയുന്ന ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, അവരെ നമുക്ക് കിട്ടി. ആ രീതിയിൽ ഷാരിഖ് ഷംസുദ്ദീൻ ഇവർ പറഞ്ഞോട് കൂടിയിട്ട് അവരുടെ ഓഡിയൻസോട് നിങ്ങൾക്ക് ആ ട്രസ്റ്റ് കിട്ടി, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്? അതെ, അവര് ഓഡിയൻസിന്റെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടി. ഓക്കെ. ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ? കണ്ടൻസുകാർ കറക്റ്റ് പോകുന്നുണ്ടോ? അതിന്റെ ഒരു റെസ്പോൺസും
ഇല്ല, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുളക് വെട്ടി നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു സ്പൈസസ് ബ്രാൻഡ് എന്നുള്ള രീതിയിലായിരുന്നു ലോഞ്ച് ചെയ്തത്. സോ ആ സമയത്ത് നമുക്ക് വന്ന ചോദ്യമായിരുന്നു, ഈ മുളക് വെട്ടി എന്നുള്ള പേര് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആ പേര് നമുക്ക് പബ്ലിക്കലി കിട്ടിയതാണ്, നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ കണ്ടിട്ട് പബ്ലിക്കലി കിട്ടിയൊരു പേരാണ്. സോ ആ പേര് ചൂസ് ചെയ്ത മുതലേ നമുക്ക് ഉണ്ടായിരുന്ന ഡൗട്ടായിരുന്നു. സോ നമ്മൾ ഈ ഹണി മിക്സ് ഇറക്കുന്ന സമയത്തും ആ ഡൗട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ മുളക് വെട്ടി എന്നുള്ള പേരിൽ ഒരു ഹണി പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ മാർക്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. സോ അതിൻ്റെ ഒരു ഇത് വന്നില്ല. അപ്പോഴാണ് ഈ ജേണിയിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, ഈ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റേഴ്സിന് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ട്രസ്റ്റും അതുപോലെ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റുമാണ്. അതിനാണ് ഈ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. മുളക് വെട്ടി എന്ന് പറയുന്നത് ഒരു സ്പൈസസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ മാത്രം മലയാളീസിനാണ്. ഞാനിപ്പോൾ ഗോവയിൽ പോയപ്പോഴാണെങ്കിലും ആ ഓഡിയൻസിന് മീറ്റ് ചെയ്തു, അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ആ സമയത്തൊക്കെ മുളക് വെട്ടി അവർ പ്രൊണൗൺസ് ചെയ്യണത് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. സോ ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുമ്പോൾ ഇതാണ്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോദ്രേജ് അറിയോ? ഗോദ്രേജ് എന്ന് പറയുന്ന ബ്രാൻഡ്. യെസ്. ഓക്കെ, അവരെന്ത് സെല്ല് ചെയ്യുന്നത് നമുക്കറിയാം. ലോക്കസ്. ലോക്ക് മാത്രമല്ല, അവർ ഹെയർ ഡൈ ചെയ്യുന്നുണ്ട്. ഈവൻ വിമാനത്തിലുള്ള എൻജിൻസ് ഇല്ലേ, അതുപോലും ഗോദ്രേജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അണ്ടറിൽ ഇറങ്ങുന്നുണ്ട്. സോ ബ്രാൻഡ് നെയിം എന്ന് പറയുമ്പോൾ നമ്മളതാണ് കാണിക്കുന്നത്. ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രസ്റ്റാണ്. മുളക് വെട്ടിൻ്റെ അണ്ടറിൽ നമ്മൾ ഹണി മിക്സ് ലോഞ്ച് ചെയ്തപ്പോൾ അത് മാസീവായിട്ട് സെയിൽ പോയി. ലൈക്ക് മലയാളീസ് അങ്ങനെ കണ്ടു ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബ്രാൻഡിലൊരു ട്രസ്റ്റ് വന്ന്, ആ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ ഒബ്വിയസ്ലി ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ്, പേഴ്സണൽ ബ്രാൻഡിങ് അത് നമ്മളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മൾ അത്രയും ട്രാൻസ്പാരൻ്റ് ആണ് മാർക്കറ്റായിട്ടും. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിലും, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ കിട്ടും. ഞാനൊരു വീഡിയോയിൽ ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഒരു ക്ലിപ്പ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു, എന്ത് ഇൻവെസ്റ്റ് ഉണ്ടെന്ന് പോലും എടുക്കുന്നുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഇതിൽ നമ്മളിങ്ങനെ പുതിയൊരു സെക്ടർ ഓപ്പൺ ആക്കുന്നുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കൊന്നൊരു 20+ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്തു. ദെൻ അതിലൊരു UAE-യിലുള്ള ബിട്ടു, അതുപോലെ അക്ഷയ് ബ്രോ അവരാണ് ഇപ്പോൾ നമ്മുടെ ന്യൂ ടീമിലുള്ള മെമ്പേഴ്സ്. സോ അവർ വിത്തിൻ 24 hours കൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്തു, നമുക്ക് ഫണ്ട് കിട്ടി. ഇപ്പോൾ പുതിയ കമ്പനീൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പാരലലി. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഉള്ളൊരു ഓപ്ഷനാണ്. പിന്നെ ഇപ്പോൾ കോമൺലി എല്ലാവരും പറയുന്നുണ്ട്, ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരാണ്, നിങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യരുത്, അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. അമ്രാസ്ക്ക് എങ്ങനെയാണ് അതിന്? ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വിസിബിലിറ്റിയാണ് മാറ്റേഴ്സ്. ഞാനതിൽ വേറൊരു സാധനം കൂടി പറയാം. ഞങ്ങൾ ഇന്നലെ സത്യത്തിൽ ഒപ്പരായിരുന്നു രാത്രി റൂമിലുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ സാധനം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒപ്പരാണ് പാനൽ എന്നല്ല അറിയാം. ഞാനും അതേപോലെ തന്നെ ഇർഫാനും ഞങ്ങൾ ഓൾറെഡി കുറച്ച് മുൻപേ പരിചയമുള്ളതാണ്. ഓൾറെഡി മുംബൈ യാത്ര കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നലെ രാത്രി അവനിങ്ങനെ പറഞ്ഞ സമയത്ത് കഴിഞ്ഞ സ്കെയിലപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ സ്കെയിലപ്പിലില്ലായിരുന്നു. അപ്പം അതിൽ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ അവൻ്റെ ഫൗണ്ടേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവർക്ക് ലൈക്ക് എന്താ പറയുക, ഒരു അക്സെപ്റ്റൻസ് കിട്ടിയില്ല. ആളുകളെടുത്ത് ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ റെക്കഗ്നൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ ആളുകളെടുത്തുന്ന ഒരു പുച്ഛം, അല്ലെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറഞ്ഞു. പിന്നീട് ഞാൻ ഇങ്ങനെ റൂമിൽ നോക്കുന്ന സമയത്തുണ്ട് കുറേ മുളക് വെട്ടിൻ്റെ കേസസ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ ചോദിച്ചത് കുറേ കേസൊക്കെ കവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇന്നത്തെ സ്കെയിലപ്പിൻ്റെ ഗിഫ്റ്റിംഗ് പാർട്ണറാണ് മുളക് വെട്ടി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൗഡസ്റ്റ്, എന്താ പറയുക, ലൈക്ക് എനിക്കതോടെ പറഞ്ഞില്ല. അവനത് ഞാൻ ചോദിച്ചു, നമുക്ക് നാളെ അത് പറയണ്ടേ? ഞാൻ പറഞ്ഞില്ല, അത് സ്വീറ്റ് റിവെഞ്ച് ആണ് പറഞ്ഞത്. ഇങ്ങനെ കെട്ടിയിട്ട് പറഞ്ഞു അത് സ്വീറ്റ് റിവെഞ്ച് ആണ്. പക്ഷേ അത് ആളുകൾ അറിയണം എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം കഴിഞ്ഞ വർഷം ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഒരു ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടുത്തെ ഒരു ഗിഫ്റ്റിംഗ് പാർട്ണർ ആയിട്ടുണ്ടെങ്കിൽ മാഷാല്ലാ അതൊരു ബിഗ് തിങ് തന്നെയാണ്. ഇതിൽ ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരാം. അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ, പേഴ്സണൽ ബ്രാൻഡിങ് ചോദിച്ചെങ്കിൽ ഇത് സാച്ചുറേറ്റഡ് ആവും. അതായത് ഇപ്പോൾ എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആർക്കും വലിയ വാല്യൂ ഉണ്ടാവില്ല. അത് പൊതുവായൊരു സംഭവം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇപ്പം സാച്ചുറേറ്റഡ് അല്ലല്ലോ, അപ്പം നമ്മളെ പോക്കറ്റിലേക്ക് വരാനുള്ള പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. ബിസിനസ്സിലും ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് അത്രയും റവന്യൂ ഉണ്ടാക്കാനൊക്കെ കാരണം ഈ കണ്ടന്റ് ക്രിയേഷനാണ്. ഇപ്പോൾ നമ്മളെ പേപ്പർ വർക്ക്സ് ചെയ്ത UB സൊല്യൂഷനെ പോലുള്ള ടീമിനൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്. നമുക്ക് ബെസ്റ്റ് പ്രൈസിങ്ങിൽ ബെസ്റ്റ് ആൾക്കാരെ ഫൈൻഡ് ചെയ്യുക ഈ സോഷ്യൽ മീഡിയ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ബിസിനസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഡോക്യുമെന്റ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അതിൽ എനിക്കൊരു കാര്യം, ഞാനൊരു മന്തിക്കട തുടങ്ങുന്നുണ്ട് ചെർപ്പളശ്ശേരി. അതൊരു ആഴ്ച ഇങ്ങനെ ലോഞ്ച്, ഗ്യാസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോഞ്ച് ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ഓപ്പൺലി പറയാം, എനിക്കൊരു 20-30% കോസ്റ്റ് ലാഭമാണ്. അതായത് AC-ക്ക് ആയിക്കോട്ടെ, ടൈൽസിനായിക്കോട്ടെ, കമ്പിക്ക് അടക്കം വല്ല ലാഭത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ പറയാറത്ത് ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ പ്രൊമോഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, പ്രശ്നം നമ്മളെ പറ്റിക്കൂല. കാരണം നമ്മളെ പറ്റിച്ച് നമ്മൾ വീഡിയോ ചെയ്താൽ ഓല കമ്പനിക്ക് അത് ബാഡ്ലി എഫക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം
ഇപ്പോൾ കണ്ടന്റ് ചെയ്ത് തുടങ്ങിക്കോളി. കണ്ടന്റ് വെച്ചെങ്കിൽ ഒന്നും വേണ്ട, ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇഷാനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടന്റ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ആരാ കാശുള്ളത്? നിങ്ങളെ കസ്റ്റമേഴ്സ് അല്ലേ. അപ്പോൾ ഐഡിയൽ നമ്മുടെ സെഗ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടാവില്ലേ? ഓലിക്ക് എന്താ ഇഷ്ടമുള്ളത് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി. ഞാൻ സംസാരിക്കും, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മൊത്തം കോളേജിനെ കുറിച്ചിട്ടാണ് പറയാം. കോളേജിൽ പോകണം, കോളേജിൽ അങ്ങനെ ചെയ്യണം, സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നില്ല. കാരണം ഞാൻ കൊടുക്കുന്ന പ്രോഡക്ട്സ് വാങ്ങേണ്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് മുതൽ അൺഫോളോ ചെയ്ത് പോകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാണേണ്ട സംഭവം ഞാൻ നിങ്ങളെ കാണിപ്പിക്കുകയാണ്. കോളേജിൽ FUGP കുറിച്ചുള്ളതും ഇന്റേൺഷിപ്പിനെ കുറിച്ചുള്ളതൊക്കെ. കാരണം അവരാണ് എൻ്റെ കസ്റ്റമേഴ്സ് അല്ലേ. ഇപ്പോൾ എനിക്കൊരു വീഡിയോ ഇട്ട് 5000-500 ഫോളോവേഴ്സ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഐഡിയൽ കസ്റ്റമേഴ്സിനെ വെച്ച് ചെയ്യണത്. അതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ പ്രശ്നമില്ലാത്തത്. അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് നിങ്ങൾ കോമാളിത്തരം കാട്ടണം എന്ന് പറയുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ റോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിക്കൂലേ, അതുപോലെ ചെയ്തു തുടങ്ങുക, റിസൾട്ട് ഉണ്ടാവും. ഇഷാനെ AI ഓട്ടോമേഷൻ ഭയങ്കര സ്കോപ്പുള്ള പരിപാടിയാണ്. കാരണം ഞാനിപ്പോൾ സീരിയസ്ലി പറഞ്ഞുതരാം, ഞാൻ കുറച്ച് AI ടൂൾസ് യൂസ് ചെയ്തിട്ട് എൻ്റെ പ്രൊഡക്റ്റിവിറ്റി അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. എഡക്സിൻ്റെ ഓപ്പറേഷനൊക്കെ ഒരുപാട് ഞാൻ AIൻ്റെ ഹെൽപ്പോടെ ചെയ്യുന്നത്. AI ഓട്ടോമേഷൻ എന്നുള്ള ഇവിടെ ഒരുപാട് ബിസിനസ് ഇരിക്കും. നിൻ്റെ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആവും. ഇതൊരു കച്ചവടത്തിൻ്റെ പുറമെ ഇപ്പോൾ നിൻ്റെ അടുത്ത് വന്നില്ലെങ്കിലും AI ഓട്ടോമേഷൻ എങ്ങനെയാണ് ഇവർ ബിസിനസ് ഹെൽപ്പ് ചെയ്യാമെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, സമയം കുറച്ച് കുറവാണ്, പെട്ടെന്ന് ഷോർട്ടാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബേസിക്കലി AI ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ അധികം ആൾക്കാരും കുറേ ആൾക്കാരായിട്ട് ഞങ്ങൾ ക്ലയൻസിനായിട്ട് ബന്ധപ്പെടുമ്പോൾ അധികം ആൾക്കാരും വിചാരിക്കുക അത് ഭയങ്കര റോക്കറ്റ് സയൻസ് ആണ്, അതുപോലെ തന്നെ ഞങ്ങളെ കമ്പനിയിൽ ഒന്നും ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടോക്കിലാണ് അധികം ആൾക്കാരുണ്ടാവുക, മൈൻഡ് സെറ്റിലേക്ക് അധികം ആൾക്കാരുണ്ടാവുക. പക്ഷേ ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ്സിലിപ്പോൾ നമ്മുടെ ബിസിനസ്സിലിപ്പം കറക്റ്റായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AI ഓട്ടോമേഷന് കറക്റ്റ് ഒരു നല്ലൊരു റിസൾട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു നമ്മുടെ ബിസിനസ് കസ്റ്റമർ സർവീസ് ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു കസ്റ്റമർ സർവീസിന് ഒരു ഡേയിൽ എങ്ങനെ വന്നാലും 100+ ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 100 റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ 100 വരുന്ന റിക്വസ്റ്റിനെ നമുക്ക് നോക്കാൻ നമ്മളൊരു 5 ആൾക്കാരെ നമ്മൾ സാലറി ആയിട്ട് വെച്ച്, ഈ സാലറി വെച്ച ആൾക്കാർക്ക് നമുക്ക് കൊടുക്കുന്ന സാലറി വെച്ച ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു 15,000 റുപ്പീസ് ആയിട്ട് 15,000 റുപ്പീസ് നമ്മൾ മന്ത്ലി കൊടുക്കും, അല്ലെങ്കിൽ 10K അല്ലെങ്കിൽ 15K നമ്മൾ എന്തായാലും മന്ത്ലി കൊടുക്കും അല്ലേ. അപ്പോൾ ഇത്രയും പേയ്മെന്റ് എന്താണ്, ഈ 5 ആൾക്ക് നമ്മൾ ഒരു 100 ആൾക്കാരെ ഒരു ഡേയിൽ 100 ആൾക്കാർ ഒരു മാസം നമ്മൾ നോക്കാൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു AI ഏജന്റ് കൊണ്ടുവരികയാണെങ്കിൽ ഈ 5 ആൾക്കാർ കൊടുക്കേണ്ട സാലറി നമുക്ക് കട്ട് കോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒറ്റയാൾക്ക് സാലറി കൊടുക്കുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വെക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് 2 ആൾക്കാരുടെ സാലറി വെക്കുന്ന രീതിയിൽ വെക്കാൻ കഴിയും. ഈ AI നമ്മളെ ഏജന്റ് ഓട്ടോമേഷൻസ് ഒക്കെ നമുക്ക് ഹ്യൂമൻസ് റെസ്പോൺസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സിമ്പിൾ നമ്മുടെ കസ്റ്റമറിന്റെ ഇന്റന്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് റെസ്പോൺസ് കൊടുക്കും. കുറച്ച് മുന്നേക്കെ നമുക്ക് എന്താ പറയുക, റെസ്പോൺസസ് ഒക്കെ ഭയങ്കര ബാഡാണ്. കാരണം മോഡൽസിൻ്റെ ഒക്കെ അത്ര നല്ല ഒരു രീതിയിലല്ലേനും. പക്ഷേ ഇപ്പം മോഡൽസ് ഒക്കെ ഫാർ ബെറ്ററായി മാറിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ നല്ല രീതിയിൽ നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വരുന്നത് ഞങ്ങൾ കുറേ ക്ലയൻസിന് സംസാരിച്ചപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ബിസിനസ് ഞങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഫൗണ്ടേഴ്സ് ഈ അവരുടെ ബിസിനസ്സിൽ AI ഓട്ടോമേഷൻസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ അവരൊക്കെ ഭയങ്കര റെഡിയാണ്. ബട്ട് മോസ്റ്റ് ഓഫ് അവരുടെ ബിസിനസ്സസ് റെഡി അല്ല. കാരണം ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ബിസിനസ്സിൽ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സെയിൽസ് പൈപ്പ് ലൈൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കറക്റ്റ് ഡാറ്റ സ്റ്റോറേജ് കറക്റ്റ് സ്ഥലത്ത് ഉണ്ടാവില്ല. കുറേയൊക്കെ ബിസിനസ് കുറേ ആൾക്കാർ ഇപ്പോഴും പേപ്പർ പെന്നിൽ തന്നെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്, ഡിജിറ്റലാവാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്യേണ്ടത്. നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കറക്റ്റായിട്ട് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ AI ഓട്ടോമേഷൻസ് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു 5 ഹ്യൂമൻസിനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കോസ്റ്റ് വരും? ഹ്യൂമൻസിൻ്റെ നമുക്ക് എങ്ങനെ തരാം? ഹ്യൂമൻസ് എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവുള്ളൂ അല്ലേ. ഈ ഹോളിഡേയ്സിൽ ലീവ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരാണെങ്കിൽ, ഫാമിലി ഫംഗ്ഷൻസ് വേറെ എന്തെങ്കിലും വരാണെങ്കിൽ, എമർജൻസി കേസ് വരാണെങ്കിൽ ലീവ് അല്ലേ. ബട്ട് അത്രത്തോളം നമുക്ക് എന്താണ്, ഒരു ഹ്യൂമൻ നമുക്ക് ലീവാണ്, നമ്മുടെ ബിസിനസ് നമുക്ക് ഒരു ഡേയിൽ നമുക്ക് ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു AI ഓട്ടോമേഷൻസ് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് കസ്റ്റമർ സപ്പോർട്ടിന് ജസ്റ്റ് ഇതാ. അതല്ലാതെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ലിങ്ക്ഡിൻ നമ്മുടെ സോഷ്യൽസ് ആദിലും അംബ്രാസ്ക പറഞ്ഞ പോലെ തന്നെ സോഷ്യൽസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ ലിങ്ക്ഡിൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേഷൻസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കണ്ടന്റ് നമുക്കിപ്പോൾ ലിങ്ക്ഡിൻ അധികം ആൾക്കാർ ലിങ്ക്ഡിൻ നോക്കുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല അവിടെ. പക്ഷേ അവർക്കൊക്കെ ഏർലി സ്റ്റേജിൽ ലിങ്ക്ഡിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു AIയുടെ ഒരു ഓട്ടോമേഷൻ നമുക്ക് ആഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടന്റ് കൊടുക്കേണ്ടത്
ആ കണ്ടന്റ് നമ്മൾ ജസ്റ്റ് AI പറയും. ആ AI നമ്മൾ ആ കണ്ടന്റ് വെച്ചിട്ട് ഇൻ്റർനെറ്റിൽ പോയിട്ട് നമുക്കുള്ള ആവശ്യമുള്ള ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് വന്നിട്ട് നമ്മളോട് ചോദിക്കും, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കണ്ടന്റ്, ഇതാണ് നമ്മൾ റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന ഇമേജ്. ഈ ഇമേജ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഇഫ് നോട്ട് നമുക്ക് എന്തെങ്കിലും ഇമേജ് ആഡ് ചെയ്യാൻ നമുക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ടെക്സ്റ്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു കണ്ടന്റ് വായിച്ച് കണ്ടന്റ് റിസർച്ച് ചെയ്ത് കണ്ടന്റ് പോളിഷ് ചെയ്ത് കറക്റ്റ് സ്ട്രക്ചറൈസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്ന അത്രയും നമ്മൾ ടൈം പോകുന്നതിനെക്കാട്ടിയും ഇവിടെ നമുക്ക് എന്താ ഒരു AI നമുക്ക് അവിടെ പണിയെടുത്ത് തരുന്നുണ്ട്. സോ ഇന്നത്തെ കാലത്ത് ബിസിനസ് ടെക്നോളജി ഇത്രയും കുറേ രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് സ്റ്റിൽ ഡോണ്ട് നോ ദാറ്റ്. കുറേ ആൾക്കാർ ChatGPTയിലും ജെമിനായിലും മാത്രം ഒതുങ്ങി കൂടുന്ന കുറേ ബിസിനസ്സിന് ആൾക്കാരുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അവർക്ക് കുറേ ആൾക്കാർ ട്രസ്റ്റ് ഇല്ല. നമ്മുടെ നാട്ടിൽ ഞങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ കുറേ ബിസിനസ്സിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടത് വെച്ചാൽ ആൾക്കാർക്ക് ട്രസ്റ്റ് ഇല്ല. ഇപ്പോഴും 2023 ഇറങ്ങിയ ChatGPTനെ കമ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ ഓവർ എക്സ്പെക്ടേഷൻസും കൊണ്ടുവരുന്ന കുറേ ആൾക്കാരുണ്ട്. ലൈക്ക് ഫുള്ള് നമ്മളെ അയൺമേലെ ജാവിസ് പോലെ ഓട്ടോണമസ് ആയിട്ടുള്ള സാധനം അത്ര ലെവലിലേക്കൊന്നും നമ്മളെ സാധനം എത്തിയിട്ടില്ല. അപ്പോൾ അധികം എക്സ്പെക്ടേഷനും ഓവറായിട്ട് എക്സ്പെക്ടേഷൻ വെക്കുന്ന ആൾക്കാരുണ്ട്, തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എന്താണ്, നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല രീതിയിലുള്ള അവയർനെസ് കാര്യങ്ങൾ നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ബിസിനസ്സിലേക്ക് വരുമ്പോൾ. സോ ഇതാണിപ്പം എനിക്ക് ജസ്റ്റ് AI ഓട്ടോമേഷനെ പറ്റി ജസ്റ്റ് ഇപ്പം പറയാനുള്ളത്. ടൈം കുറവാണ്. ഓക്കെ, ഞാൻ പാനൽ കൺക്ലൂഡ് ചെയ്യാണ്, സമയം അതിക്രമിച്ചുകൊണ്ട്. ഞങ്ങളുടെ ടോപ്പിക് നിങ്ങൾക്ക് അറിയാം, ബിഗ് ഡ്രീംസ് എന്നുള്ളത് തന്നെയാണ്. എല്ലാവരുടെ സ്വപ്നവും എന്താ പറയുക അച്ചീവ് ചെയ്യാൻ പറ്റട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you so much to all these young entrepreneurs here for taking your time and being here with Scale Up Summit. So next, we would love to welcome Mr. Michael Matthews to please hand over this token of appreciation to all the speakers here. So ladies and gentlemen, let's give it up for Mr. Michael Matthews. Starting from Mr. Mohammed Adil, founder of Mulagapetti, please. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഈ ഒരു പാനൽ ഡിസ്കഷൻ കുറച്ച് സ്പെഷ്യൽ ആണ്. അത് മറ്റൊന്നുകൊണ്ടല്ല, ഓൾ ഓഫ് ദം ആർ വെരി യങ് ഓൺട്രപ്രണേഴ്സ്. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരു they have actually showed a path for us to follow, a path that inspires everybody. So that is why they are special. Next person, Mr. Ansar MP, founder and CEO of Note AI. നമുക്ക് നന്നായിട്ടൊന്ന് കൈയടിക്കാണ്ടോ, ബിക്കോസ് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ബിൽഡ് ആൻ എംപയർ ലൈക്ക് ദാറ്റ്, ലൈക്ക് ദേ ഹാവ് ഓൾറെഡി ഡൺ ഇറ്റ്. And here we have Mr. Ishan Mohammed, founder and CTO of Exile Automate. നമുക്ക് നന്നായിട്ടൊന്ന് കൈയടിക്കാം പ്ലീസ്. ഇവിടെ ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്നവരാണ് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. പക്ഷെ അത് പോരാ, നമുക്ക് നമ്മുടെ എല്ലാ കാണികളും നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. യുവർ സപ്പോർട്ട് മീൻസ് ട്രൂലി ലോട്ട് ടു ഓൾ ഓഫ് ദിസ്. ആൻഡ് Mr. Amraj KT, founder of EDX Live School. And in this young founders big dreams, last but not least, we have Mr. Irfanul Rahman GP, founder of Everyday. To all these vibrant young entrepreneurs with big dreams, ladies and gentlemen, എല്ലാവർക്കും ചേർന്ന് ഒരിക്കൽ കൂടി നല്ല ഉറക്കെ ഒന്ന് അപ്പോൾ എല്ലാവർക്കും ചേർന്ന് നന്നായിട്ട് കൈയടിക്കാം. And that will serve as an inspiration for them to achieve big, to be a better version of themselves in each passing day. Thank you so much. We'll take a picture, all the panelists here. So that's it. So ഈ ഒരു പാനൽ ഡിസ്കഷനിൽ all these young founders, young entrepreneurs, വലിയ വലിയ സ്വപ്നങ്ങളുമായി നമ്മുടെ കൂടെ കുറച്ച് സമയം പങ്കുവെച്ച ഈ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരായിട്ടുള്ള entrepreneurs, they share their startup journeys. Thank you so much for spending your time here with Scale Up Conclave 2026.